ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു നെത്തോലി ഫ്രൈ വീഡിയോ ആണ്. ഇവിടെ സാധാരണ എനിക്ക് നെത്തോലി മീൻ കറി വെച്ചാൽ അങ്ങനെ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ മീൻ മേടിക്കുമ്പോഴത്തേനും ഞാൻ കുറേ അങ്ങ് വറുക്കാനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കും. കറി വെക്കാൻ ഒരു ശക്കലേ എടുത്തു. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അത് കഴിഞ്ഞ് ചിലവർ മീൻ വറുക്കാൻ നേരത്ത് മല്ലിപ്പൊടി ഇടും. പക്ഷെ ഞങ്ങളിവിടെയൊന്നും മല്ലിപ്പൊടി ഇടത്തില്ല. ചിലർ വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇടും. ഞങ്ങളതൊന്നും ഇടത്തില്ല. ഇനി അത് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കുരുമുളക് പൊടി എരിക്കനുസരിച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ശകലം ഉപ്പും കൂടെ ഇട്ട് ഒരു നുള്ള് വെളിച്ചെണ്ണ, ഒരു ശകലം വെളിച്ചെണ്ണയും കൂടി ഇട്ട് നന്നായിട്ട് ആ അരപ്പെല്ലാം മീനിൽ പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ലണക്ക മീനകത്ത് നല്ലണക്ക അരപ്പൊക്കെ പറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞങ്ങൾക്ക് ഗ്യാസ് തീർന്നു, അതുകൊണ്ട് അടുപ്പിൽ വേണം മീനൊക്കെ വറുത്തെടുക്കാൻ. എന്താണ്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മീൻ പിന്നെ അടുപ്പിലോട്ട് ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേന് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണ തിളച്ച് വരുമ്പം മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിയണം. എനിക്ക് മീൻ നന്നായിട്ട് മൊരിയണം. ചിലർക്കൊക്കെ ആ മീനിനകത്തൊരു പച്ച കണക്കിരിക്കണം. ചിലർക്ക് അത്രയ്ക്ക് കരിമുരാന്നാക്കണ്ട. പക്ഷേ എനിക്ക് നല്ല കണക്ക് കരിമുരാന്നിരിക്കണം. അങ്ങനെ ചൂടായ എണ്ണയിലോട്ട് മീനൊക്കെ പറക്കിയിട്ടു നന്നായിട്ട് അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് ഫ്രൈ ആകുമ്പോഴത്തേനും നമുക്ക് എടുത്ത് വയ്ക്കാം. എനിക്ക് ഈ ഗ്യാസിനകത്ത് വെക്കുന്ന കണക്ക് അടുപ്പിൽ വേവിച്ചാൽ പറ്റത്തില്ല. എങ്കിലും ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടുപ്പിൽ വേവിച്ചല്ലേ പറ്റൂ. അങ്ങനെ 2 വശമൊക്കെ നല്ല ഇതാണ്ട് നമ്മുടെ മീൻ ഫ്രൈ റെഡി. അപ്പോൾ ഇവിടെ അത്രയേ ഉള്ളൂ.